മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവിനെ നിങ്ങൾക്കറിയില്ലേ? മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവിനോട് അല്ലാഹു തആല പറയുന്നുണ്ട്, ആ പിഞ്ചു പൈതലിനെ വെള്ളത്തിലേക്ക് വലിച്ചെറിയാൻ, അല്ലേ? വെള്ളത്തിലേക്ക് വലിച്ചെറിയാൻ പറയുന്നില്ലേ? ചെറിയ കുഞ്ഞിന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയോടാ പറയുന്നത്, പിഞ്ചോമന പൈതലിനെ നിങ്ങൾ എന്ത് ചെയ്യണം? വെള്ളത്തിലേക്ക് വലിച്ചെറിയണം. വെള്ളത്തിലേക്ക് ഏത് ഉമ്മയ്ക്കാണ് വെള്ളത്തിലേക്ക് വലിച്ചെറിയാൻ കഴിയുക? ഏത് ഉമ്മയ്ക്കാ കഴിയുക സ്വന്തം കുഞ്ഞിനെ വെള്ളത്തിലേക്ക് വലിച്ചെറിയാൻ? ഇദ ഔഹൈനാ ഇലാ ഉമ്മിക മാ യൂഹാ. അല്ലാഹു വഹി നൽകി. എന്താണ് വഹി എന്നറിയോ? അൻഖദ്ഫീഹി ഫിത്താബൂത്, ഒരു പെട്ടിയിലാക്കണം നിങ്ങളുടെ കുഞ്ഞുമോനെ. ഫഖദ്ഫീഹി ഫിൽ യമ്മി, എന്നിട്ട് കടലിലേക്ക് എറിയണം, വെള്ളത്തിലേക്ക് എറിയണം. ഫല്യുൽഖിഹിൽ യമ്മു ബിസ്സാഹിലി യഖുദു അദുവ്വുൻ ലീ വഅദുവ്വുൻ ലഹു വഅൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി വലിതുസ്നാ അലാ ഐനി. മഹദിയായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയോടാ പറഞ്ഞത്, ധൈര്യമായിട്ട് നിങ്ങൾ എറിഞ്ഞോളൂ, അല്ലാഹു സംരക്ഷിച്ചോളാം എന്നാ പറഞ്ഞത്. ധൈര്യമായിട്ട് എറിഞ്ഞോളൂ, ഒരു പേടിയും പേടിക്കണ്ട. അങ്ങനെ അല്ലാഹുവിലുള്ള വിശ്വാസം കാരണം മഹദിയായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവ് അല്ലാഹുവിലുള്ള വിശ്വാസം കാരണം വേറെ ഒന്നും ആലോചിക്കാതെ ഒരു പെട്ടിയിലാക്കി തന്റെ കുഞ്ഞിനെ കടലിലേക്ക് എറിയുന്നുണ്ട്. എന്നിട്ടോ ആ കുട്ടിയെ അല്ലാഹുവാണ് ഫിർഔനിന്റെ സമീപത്തേക്ക് കൊണ്ടുപോകുന്നത്. ഫിർഔനിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് അല്ലാഹുവാണ്. ഫിർഔനാണ് ആ കുട്ടിയെ എടുക്കുന്നത്. ആ കുട്ടിക്ക് പാല് കൊടുക്കാൻ ഒരുപാട് ആളുകൾ ശ്രമിച്ചു നോക്കുന്നുണ്ട്, പക്ഷെ ആരുടെയും പാല് കുടിക്കുന്നില്ല. അവസാനം ഈ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയുടെ സഹോദരി പറയുന്നുണ്ട്, എനിക്കറിയാം ഈ കുട്ടി പാല് കുടിക്കുന്ന ഒരാളുണ്ട്, അയാൾ എനിക്കറിയാം, ഞാൻ വേണമെങ്കിൽ കൊണ്ടുവരാം. ആ ഉമ്മയോട് അല്ലാഹു വാക്ക് നൽകിയിട്ടുണ്ട്, നീ പേടിക്കണ്ട, ഞാൻ നിനക്ക് കുട്ടിയെ തിരിച്ചു തരാമെന്ന്. ആ വാക്ക് പറഞ്ഞത് കാരണത്താൽ ആ മാതാവ് വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞല്ലോ. അഥവാ അല്ലാഹുവിലുള്ള വിശ്വാസത്താലാണ് ആ കുട്ടിയെ വലിച്ചെറിഞ്ഞത്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ഫറജഅനാക ഇലാ ഉമ്മിക, സ്വന്തം മാതാവിലേക്ക് ആ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഉമ്മയുടെ കണ്ണിന് കുളിർമയുണ്ടാകാൻ.